എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല കുറുകിയ ചാറിൽ തേങ്ങയും മുളകും അരച്ചു വെച്ചിട്ടുള്ള തനി നാടൻ മീൻകറിയാണ്. നല്ല സ്വാദാണ് ഈ ഒരു കറി കഴിക്കാനായിട്ടും ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പവുമാണ്. നമ്മുടെ എല്ലാ വീടുകളിലും നമ്മൾ മിക്കപ്പോഴും ഇതുപോലെ തേങ്ങ അരച്ച മീൻകറിയൊക്കെ തയ്യാറാക്കി എടുക്കാറുണ്ട്. എങ്കിലും ഈ ഒരു പാചക രീതി അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയും. ഇന്നത്തെ ഈ ഒരു മീൻകറി തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന പല്ലിമീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പല്ലിമീൻ വളരെ സോഫ്റ്റ് ആണ്. അതുപോലെ ഇതിലേക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാനും കുറച്ച് സമയവും എടുക്കും. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ ഇതുപോലെ കറിയൊക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ വയറ് നിറയെ ചോറുണ്ണാനുള്ള ഈ ഒരൊറ്റ കറി തന്നെ മതിയാകും. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഈ ഒരു മീൻകറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1 കിലോ മീനാണ് ഞാൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത്. ഇത് പല്ലിമീനാണ്. ഈ ഒരു മീനിന്റെ മാംസത്തിന് അധികം കട്ടിയില്ലാത്തതാണ്. വളരെ എളുപ്പത്തിലാണ് ഇത് വെന്ത് കുഴഞ്ഞു പോകുന്നത്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. മീൻകറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു വലിയ അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 2.5 സ്പൂൺ അളവിലെ മുളക് പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 2 പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. മീൻകറി തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിലേക്ക് ആവശ്യമായ പുളി ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് വെക്കണം. ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കറിയിലേക്ക് പെട്ടെന്ന് തന്നെ പുളി ഇറങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നാളികേരം അരച്ചെടുക്കുന്നതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു 10 കൊച്ചുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 3 പച്ചമുളകും ഒന്ന് കല്ലിലിട്ട് ചതച്ചെടുത്ത് വെക്കണം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വേണം ചതച്ചെടുക്കാനായിട്ടും. ഇപ്പോൾ നമ്മുടെ കറി തയ്യാറാക്കി എടുക്കാനുള്ള ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കറി തയ്യാറാക്കി എടുക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചതച്ച ചേരുവകൾ ചേർക്കാം. ഇനി ഈ ഉള്ളിയെല്ലാം നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. അധികം മുരിഞ്ഞു വരേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഒന്ന് സോഫ്റ്റ് ആയിട്ട് വാടി വന്നാൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മുളക് പൊടിയും ഈ ഒരു ഉള്ളിയും കൂടി കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി മുരിയിച്ചെടുക്കാം. മുളകൊക്കെ കരിയാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മുളകൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെണ്ണ പോലെ അരച്ചെടുത്ത നാളികേരം കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അരപ്പിന്റെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരണം. അതിനായിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് ഈ ഒരു ചൂടിലിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന അരപ്പിലേക്ക് കറിക്ക് ആവശ്യമായ കല്ലുപ്പും കൂടെ ചേർക്കാം. വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കാം. ഒരുപാട് നേരം ഒന്നും വഴറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. ഇതിലെ ആ ഒരു വെള്ളമയൊക്കെ ഒന്ന് വറ്റി വന്നാൽ മാത്രം മതിയാകും. അരപ്പ് നന്നായിട്ട് തിളച്ച് ഇതിൽ നിന്നും ആവി പുറത്തേക്ക് പോകുന്ന സമയത്ത് നമുക്കിതിലേക്ക് മിക്സിയുടെ ജാറ് കഴിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അരപ്പും വെള്ളവും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നല്ലപോലെ വെട്ടി തിളച്ച് വരുന്ന പാകത്തിലേക്കായി വരണം. അതുവരെയും നമുക്ക് ഇളക്കി കൊടുത്ത് തന്നെ തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇപ്പോൾ നല്ലപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യമായ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുള്ള പുളി വെള്ളം ചേർക്കാം. കറിയിലേക്ക് പുളി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി കറി നല്ലപോലെ ഒന്ന് വെട്ടി തിളച്ച് വരട്ടെ. അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കറി വീണ്ടും തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള പല്ലിമീന് അധികം വേവൊന്നും ഇല്ലാത്തതാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് മീനിലേക്ക് പുളിയെല്ലാം പിടിച്ചു കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് കറി നല്ല പോലെ ഉപ്പും പുളിയൊക്കെ ഇറങ്ങി വറ്റി ഇതിന് ശേഷമാണ് മീൻ കറിയിലേക്ക് ചേർക്കേണ്ടത്. കറിയുടെ ഒരു തരി പോലും രുചിക്ക് നഷ്ടപ്പെടാതെ തിളച്ച് പറ്റിക്കിട്ടാനായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് കറി തിളപ്പിച്ച് വറ്റിച്ചെടുക്കാനായിട്ടും. ഇടയ്ക്കിടയ്ക്ക് തവിയെടുത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ കറി ചെറിയ തീയിലിരുന്ന് തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ മീൻകറിയുടെ പാകം ഇതുപോലെയാണ് ആയി വന്നിട്ടുള്ളത്. കണ്ടോ, അല്പം കുറുകിയ പാകത്തിലേക്ക് കറി ആയി വന്നിട്ടുണ്ട്. കറിയുടെ ആ ഒരു എണ്ണമയൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് തെളിഞ്ഞതിന് ശേഷമാണ് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടതും. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കാം.
മീൻ ചേർത്ത് കഴിഞ്ഞാൽ തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കറി ഒന്ന് തിളച്ചു വരാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻകറി നല്ലോണം തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം കറി ഒന്നുകൂടെ തിളച്ചൊന്ന് കുറുക്കി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 5 മിനിറ്റ് നേരം ചെറിയ തീയില് മൂടി വെച്ച കറി നമുക്ക് ഒന്നുകൂടെ മൂടി തുറന്ന് നോക്കാം. ഇപ്പോഴും നമ്മുടെ കറി നല്ല പോലെ തിളച്ച് ഒന്ന് കുറുകിയ പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. അധികം ഒന്നും തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. ഇതേ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പില പോലെ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കറി ഒന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള തേങ്ങ അരച്ച പല്ലിമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും നിങ്ങൾ ഇതുപോലെയല്ല കറി തയ്യാറാക്കിയിരുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു റെസിപ്പിയുടെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.